അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ ഈ സമയം നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അധികമായി സ്നേഹിക്കുന്നത് കൊണ്ട് നിന്നിലേക്ക് ആകർഷിച്ച് ഈ സായന്തനത്തില് ഈ രാത്രി മുഴുവൻ നിന്നോടൊപ്പമായിരിക്കുവാൻ ശിഷ്യന്മാരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവരുടെ കൂടെയായിരുന്ന് അവരെ പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിച്ചതുപോലെ രാത്രി മുഴുവനുള്ള പ്രാർത്ഥനയിൽ തമ്പുരാനെ നിന്നോട് ചേർന്നിരിക്കുവാൻ അവരെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങുവാൻ വേണ്ടിയിട്ട് ഈ രാത്രിയിൽ നിന്റെ അൾത്താരയ്ക്ക് ചുറ്റും ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്നും ഒഴുകുന്ന വലിയ അഭിഷേക ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ച് കടന്നു പോകുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും വീഴ്ചകളും കർത്താവെ നീ കാരുണ്യത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞുകൊണ്ട് നിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ ദിവ്യകാരുണ്യ മരിയ ഭവനത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രി മുഴുവൻ നിന്റെ സംരക്ഷണം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മാത്രമല്ല, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, വ്യാപാര മേഖലകളിലേക്ക്, ജോലിയിടങ്ങളിലേക്കെല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മക്കളിലേക്കും നിന്റെ ശക്തി നീ ഇപ്പോൾ പ്രകോപിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിന്നെ ഞങ്ങൾ ഒന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് ശീലാസ് രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിന്റെ തിരുനാമം പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചതുപോലെ ദൈവജനം ഒന്നു ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തടവറ വാതിലുകൾ തുറന്നു, ചങ്ങലുകൾ അഴിഞ്ഞു വീണു. കർത്താവിന്റെ അഭിഷേകം ആ പ്രദേശം മുഴുവൻ വ്യാപരിച്ചു. ഇപ്പോൾ ദിവ്യകാരുണ്യ പരിഭവനിലായിരിക്കുന്നവർ മാത്രമല്ല, ഇവിടേക്ക് കടന്നു വന്ന സകല ജനങ്ങളും 2005 മുതൽ ഈ ഭവനത്തെ സന്ദർശിക്കുന്ന എല്ലാവരും അഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ ഒന്നു ചേർന്ന് സ്തുതിച്ച് സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നമുക്ക് ദൈവവചനം കേട്ടുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നതിൽ തീഷ്ണതയുള്ളവരാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവെ നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ കർത്താവെ നിന്റെ തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും ദൈവവചന വിത്തിന് ഫലം പുറപ്പെടുവിക്കുവാൻ തടസ്സം നിൽക്കുന്നുണ്ട് എങ്കിൽ കർത്താവെ പരിപൂർണമായിട്ട് ഞങ്ങളുടെ വിശുദ്ധീകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ആലയത്തിലുള്ള എല്ലാ വൈദികരെയും, ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും, എല്ലാ ആത്മായ സഹോദരങ്ങളെയും കർത്താവെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാ. ഒരു വ്യക്തിയിലൂടെയും ഒരു തിന്മയും ഈ ഭവനത്തിൽ കടന്നു വരുവാൻ ഇടയാക്കരുതേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് ഒരുമയോടുകൂടി ഒരേ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുകയാ. കർത്താവെ, നിന്റെ നാമത്തിൽ 2-3 പേർ ഒരുപോലെ യോജിച്ച് ചോദിക്കുന്ന എന്തും നൽകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചനത്തിന്റെ അഭിഷേക ശക്തിയിൽ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ കൂട്ടായ്മയെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും വചനം കേൾക്കുന്നതിനും വചനം ഫലം പുറപ്പെടുവിക്കുന്ന തടസ്സം നൽകുന്ന തിന്മയുടെ മേഖലകൾ പരിപൂർണമായിട്ട് നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിന്റെ സന്നിധിയിൽ എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിച്ചാൽ ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മ വാഗ്ദാനത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നതിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആലയത്തിൽ നിന്റെ ഉന്നതമായ അഭിഷേകം, പരിശുദ്ധാത്മ കൃപ ഇപ്പോൾ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഏറ്റവും വലിയ തീഷ്ണതയോടുകൂടി, ഏറ്റവും വലിയ ആഗ്രഹത്തോടുകൂടി ആയിരിക്കുവാൻ ഉറക്കവും ക്ഷീണവും അലസതയും എല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് കർത്താവെ, സ്ലീഹന്മാരോട് നീ ആവശ്യപ്പെട്ട അതുമാത്രം തീഷ്ണത, അത്രമാത്രം തീഷ്ണതയിൽ നിന്നോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. അതിന് തടസ്സം നിൽക്കുന്ന സകല തിന്മയുടെ മേഖലകളും നിന്റെ പാർശ്വം പിളർക്കപ്പെട്ട് ഒഴുക്കപ്പെട്ട തിരിച്ചോരയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഗാനത്തോടൊപ്പം നമുക്ക് ചേരാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ
തിരുച്ചോര തുള്ളിയാൽ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങിഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ചേർന്ന് പറയാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് അഭിഷേകത്തോടെ സ്വരമുയർത്തി പറയാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നമുക്കിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിലെ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന തിരുവചനം സങ്കീർത്തന പുസ്തകം 34 അധ്യായം 5 തിരുവചനമാണ്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ചേർന്ന് പറയാ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല എന്ന് സങ്കീർത്തന വചനം നമ്മളോട് പറയുകയാണ്. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുന്നവരെല്ലാവരും പ്രകാശിതരാകും എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാന്റെ സന്നിധിയിൽ രാത്രിയിൽ നമ്മൾ ഒന്നിച്ചു ചേർത്ത് നിർത്തുമ്പോൾ കർത്താവിന്റെ പ്രകാശം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക്, വ്യാപാര മേഖലകളിലേക്ക്, ജോലി ഇടങ്ങളിലേക്ക്, മക്കളിലേക്കൊക്കെ പ്രവഹിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ലോകത്തിന്റെ മേഖലകളിൽ തിന്മ വ്യാപരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞുവെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പല പ്രവർത്തികളും പല തിന്മയുടെ മേഖലകളും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം യഥാർത്ഥമായ പ്രകാശം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രകാശം നഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് ഓരോ വ്യക്തിയും രൂപാന്തരപ്പെടുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവീക പ്രകാശത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ എത്തിച്ചു നിർത്തുന്നില്ല എന്നുള്ളതാണ്. പ്രകാശത്തിന്റെ മുമ്പിലേക്ക് തങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ കൊണ്ടുവന്ന് നിർത്തുവാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തില് അന്ധകാരത്തിന്റെ മേഖലകൾ പിടിമുറുക്കുകയും അത് നമ്മുടെ ബുദ്ധിയെ ബാധിക്കുകയും നല്ല ബുദ്ധിയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന തിന്മയുടെ പ്രവർത്തികളെയൊക്കെ എടുത്തൊന്ന് വിശകലനം ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. സാമാന്യ ബുദ്ധിയുള്ളവര്, പ്രായോഗികമായിട്ട് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവര്, ബുദ്ധിയുടെ പ്രകാശം ഉള്ളിൽ അല്പമെങ്കിലും ഉള്ളവര് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യുകയില്ലാത്ത പ്രവർത്തികളാണ് ഇന്ന് ലോകത്തിൽ ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരൊറ്റ വാക്ക് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയിലും, നമ്മൾ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലും വൈദികൻ ബൈബിൾ എടുത്ത് വായിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രാർത്ഥന രഹസ്യമായിട്ട് ചൊല്ലുന്നുണ്ട്. കർത്താവേ, ഈ സുവിശേഷത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരുളടഞ്ഞ ജീവിതത്തിന്റെ ബുദ്ധിയുടെ മേഖലകളിലേക്ക് പ്രകാശമായിട്ട് കടന്നു വരേണ്ടത് ഈ സുവിശേഷമാണ്. ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കപ്പെടണമെന്ന് ഈ
തിരുവചന ശ്രവണത്തിലൂടെ ഓരോ വ്യക്തിയും വിശുദ്ധ കുർബാനയുടെ മധ്യേ ആഗ്രഹിക്കുക. കുർബാനയുടെ ഒന്നാമത്തെ ഭാഗം വചന ശുശ്രൂഷയാണ്. ഈ വചന ശുശ്രൂഷയുടെ ഭാഗത്ത് ഓരോ വ്യക്തിയും സുവിശേഷത്തിന്റെ പ്രകാശം കൊണ്ട് ഹൃദയം ജ്വലിച്ച വ്യക്തികളായിട്ട്, ബുദ്ധിയിലെ പ്രകാശം നിറഞ്ഞവരായിട്ട് മാറണമെന്ന് തിരുസഭയുടെ പ്രാർത്ഥനയുണ്ട്. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. തുടർന്ന് വരുന്ന വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിന്റെ സമയത്ത് കുർബാന അർപ്പണത്തിന്റെ ഒരു തീവ്രമായ പ്രാർത്ഥനയാണ്, കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങള് എണ്ണമിട്ട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് കാർമികൻ ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ കാരണവും പറയുകയാണ്. നീ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, നീ ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. അങ്ങനെ ഓരോ കാരണങ്ങൾ പറയുക. അത് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ഞങ്ങളുടെ ബുദ്ധിക്ക് നീ പ്രകാശം നൽകി എന്നാണ്. പല കുഞ്ഞുങ്ങളുടെയും പല മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ ബുദ്ധിക്ക് പ്രകാശം ലഭിക്കാത്ത രീതിയിൽ അവര് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായം 19ഉം 20ഉം തിരുവചനങ്ങള് നമ്മളോട് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാമത്തെ അധ്യായം 19ഉം 20ഉം തിരുവചനങ്ങൾ. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഇപ്പൊ ശിക്ഷാവിധി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ തന്നെ ഏറ്റുവാങ്ങുന്നതാണ്. പുക കണ്ണിനെന്നതുപോലെ, വിനാഗിരി പല്ലിനെന്നതുപോലെ പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ശിക്ഷ അതിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങുകയാണ്. ഇൻട്രൻസിക് ആയിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ അവൻ ചെയ്യുന്ന തിന്മയുടെ പ്രവർത്തികൾക്കുള്ളിൽ തന്നെ അവന്റെ ശിക്ഷാവിധി ഒളിഞ്ഞിരിപ്പുണ്ട്. അവൻ പ്രകാശത്തെ വെറുക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവന്റെ ജീവിതത്തില് അവൻ ശിക്ഷാവിധി ഏറ്റുവാങ്ങുന്നു എന്ന യോഹന്നാൻ ശ്ലീഹ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവചനം വ്യക്തമായിട്ട് പറയുകയാണ്, പ്രകാശത്തെക്കാൾ അധികമായിട്ട് അന്ധകാരത്തെ സ്നേഹിക്കുന്ന നിലപാടുകളിൽ നമുക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. തിന്മയെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ നിലപാടുകളിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പലപ്പോഴും കുമ്പസാരങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ഏതാനും പാപപ്രവർത്തികൾ ഏറ്റു പറയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സന്തോഷം. കുമ്പസാരത്തിലൊക്കെ ആളുകൾ വന്നിട്ട് പാപപ്രവർത്തികൾ ഓരോന്നായിട്ട് ഏറ്റുപറയും. പക്ഷേ പാപത്തോടുള്ള എന്റെ മനോഭാവം എന്താണ് എന്ന് ഇതുവരെയും കുമ്പസാരങ്ങളിൽ നമ്മളിൽ പലരും വിലയിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് നീ ഏറ്റുപറഞ്ഞ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ അതേ പാപം അതേ തീവ്രതയിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത്. അതായത് അടിസ്ഥാനപരമായിട്ട് തിന്മയോടുള്ള നിന്റെ മനോഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. തിന്മയോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്താതെ തിന്മയുടെ പ്രവർത്തികളെ മാത്രം മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നിടത്താണ് പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കുന്ന നിലപാട് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തെളിഞ്ഞു വരുന്നത്. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തി ഹല്ലേലൂയ. 20ാമത്തെ തിരുവചനം പറയും, തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തികള് പ്രകാശത്തെ വെറുക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ പ്രകാശം, ബുദ്ധിക്ക് പ്രകാശം നൽകുന്ന കുർബാനയുടെ മുമ്പിലേക്ക് നമ്മളെ തന്നെ എത്തിച്ചു നിർത്താൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവുക. ചുറ്റുപാടും അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ പ്രകാശത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാല് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ ആധ്യാത്മിക ജീവിതത്തിലേക്ക് ഈ പ്രകാശത്തെ കൂടുതൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മള് മാമോദീസ കർമ്മത്തില് പങ്കുചേർന്നിട്ടുള്ളവരാണ്. മാമോദീസായുടെ സമയത്ത് ആദ്യമായിട്ട് കർത്താവിനെ, യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് ഏറ്റുപറഞ്ഞ, ക്രിസ്തുവിനെ രക്ഷകനായിട്ട് ഏറ്റുപറഞ്ഞ കുഞ്ഞിന്റെ കൈകളിലേക്ക് ഒരു തിരി കാർമികൻ തെളിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തിരി കത്തിച്ച് ആ കുഞ്ഞിന്റെ കൈകളിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാല്, നിന്റെ ജീവിതത്തില് നിനക്ക് ഈ മാർഗദീപം മരണം വരെയും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവമാകുന്ന പ്രകാശം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ പലപ്പോഴും ഈ തിരി കെട്ടുപോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഒരു കഥ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. ഒരു പുസ്തകത്തില് എഴുതിയിരിക്കുന്ന ഒരു കഥ ഇങ്ങനെയാണ്. ഒരിക്കല് ഒരു അന്ധന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്.
കൂട്ടുകാരൊക്കെ കൂടി ജന്മദിനം ആഘോഷിക്കുമ്പോൾ അന്ധനൊരു സമ്മാനം കൊടുക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ അവരിങ്ങനെ ചിന്തിച്ചു നോക്കി, എന്താണ് അവന് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുക, ഏത് സമ്മാനം കൊടുക്കണം. കൂട്ടുകാർ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അവസാനമായിട്ട് ഒരു അഭിപ്രായം അവരുടെ ഇടയിൽ ഉയർന്നു വന്നു. അത് ഇപ്രകാരമായിരുന്നു: അവന് ഒരു വിളക്ക് സമ്മാനമായിട്ട് കൊടുക്കുക. കാരണം അവൻ അന്ധനാണ്. അന്ധനായ മനുഷ്യന് അവന്റെ വിളക്ക്, പ്രകാശം അവന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവനെ ആരും വന്ന് ഇടിക്കത്തില്ല. അവന്റെ കയ്യിൽ ഒരു പ്രകാശം ഉണ്ടെങ്കിൽ അവൻ പോകുമ്പോൾ അവനെ ആരും ഇടിക്കത്തില്ല എന്നുള്ള ഒരു ചിന്തയില് അവരൊരു വിളക്ക് മേടിച്ചു കൊടുക്കുകയാണ്. അന്ധനൊരു വിളക്ക് മേടിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അന്ധരുടെ ജീവിതത്തിന്റെ കൂടുതൽ വശങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചത് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ മൂന്നാറിൽ ഒരു പള്ളിയിൽ ധ്യാനം നടത്താൻ പോയപ്പോഴാണ്. തിരക്കുള്ള നോമ്പിന്റെ കാലത്ത് ആരെയും പാട്ടുപാടാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടുപോകാൻ കിട്ടുന്നില്ല. അപ്പോഴാണ് എന്റെ ഫോണില് ഞാൻ നോക്കിയപ്പോൾ ഒരുത്തന്റെ പേര് കിടപ്പുണ്ട്. അവന്റെ പേര് ബിജു എന്ന, തോപ്രാംകുടിക്കാരന, ദൈവമേട് എന്നാണ് അവന്റെ സ്ഥലപ്പേര്. അവനൊരിക്കലെ സെമിനാരിയിൽ ഞാനായിരിക്കുന്ന സമയത്ത് എന്നെ കാണാൻ വന്നതാണ്. അന്ധനായ ഇവന് നന്നായിട്ട് കീബോർഡ് വായിക്കും. ഈ ഗാനമേളയ്ക്ക് അന്ധന്മാര് നടത്തുന്ന ഗാനമേളയുണ്ട്. ആ ഗാനമേളയിൽ കീബോർഡ് വായിക്കുന്ന പയ്യനാണ് ഇവൻ. 8 ഇൻസ്ട്രുമെന്റുകൾ വളരെ ഭംഗിയായിട്ട് വായിക്കുന്ന ഈ ബിജു, അവന്റെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഞാൻ അവരെ വിളിച്ചു, ബിജു ഇതുപോലെ ഒരു ധ്യാനം എനിക്കുണ്ട്, ബിജു എന്റെ കൂടെ വരാൻ പറ്റുമോ? അപ്പോൾ അവൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു, അച്ഛൻ ഞാൻ വരാം. അപ്പൊ അവന്റെ വീട് തോപ്രാംകുടിയാണ്. ഞാൻ അടിമാലിയിൽ ചെന്ന് വെയിറ്റ് ചെയ്തു. അവൻ എന്റെ കൂടെ വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവന്റെ കൂടെ 3 ദിവസം ഞാൻ ജീവിച്ചപ്പോൾ, ബിജുവിന്റെ കൂടെ 3 ദിവസം ഞാൻ ജീവിച്ചപ്പോൾ അവന്റെ ജീവിതത്തിലെ അന്ധകാരത്തിന്റെ മേഖലയെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഞാൻ ഇവനെ അവന്റെ മുറിയിൽ കൊണ്ടുപോയിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ബിജു ഞാൻ ലൈറ്റ് ഇടട്ടെ? ഉടനെ അവൻ ചോദിച്ചു, അച്ഛാ എനിക്കെന്തിനാച്ചാ ലൈറ്റ്? കാരണം അന്ധനാണ്, അവന് ലൈറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളുടെ ചിന്ത അവന് ലൈറ്റ് ഇട്ടത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന്. അപ്പൊ അവന്റെ അന്ധകാരത്തിന്റെ വ്യാപ്തി, കണ്ണു കാണാൻ മേലാത്ത ഒത്തിരി മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിച്ചത് ആ സമയത്താണ്. അങ്ങനെ അവനോടൊപ്പം കഴിഞ്ഞപ്പോൾ അവന് ദൈവം നൽകിയ കൃപയെ, ആ സംഗീതം എന്ന കൃപയെ വളരെയധികം വളർത്തിയിട്ടുണ്ട്. അവന് ആത്മാവിൻ ആഴങ്ങളിൽ നിന്നുള്ള ഗാനം ഫ്ലൂട്ടിൽ ആലപിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, ഇടവകയിൽ ഉണ്ടായിരുന്ന ജനം മുഴുവൻ വളരെയധികം പ്രാർത്ഥനാ നിർഭരരായി മാറുന്നത് ശ്രദ്ധിക്കുവാനിടയായി. അവരുടെ കണ്ണുകൾ ഈറനണിയുന്നത് ശ്രദ്ധിക്കുവാനിടയായി. അപ്പൊ ദൈവം നൽകിയ വരദാനത്തെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ മനുഷ്യനോട് ചേർന്ന് നിന്നപ്പോഴാണ് അന്ധകാരത്തിന്റെ വ്യാപ്തി മനസ്സിലായത്. അപ്പൊ ഈ കഥയിലെ അന്ധന് ഇവരൊരു വിളക്ക് മേടിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് അവന് പ്രയോജനമൊന്നുമില്ല, പക്ഷെ കാണുന്നവർക്കൊരു പ്രയോജനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വിളക്ക് മേടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വിളക്കുമായിട്ട് ഇവൻ നടന്നു നീങ്ങുക. വിളക്കുമായിട്ട് ഇവൻ പിറ്റേ ദിവസം തൊട്ട് നടക്കാൻ തുടങ്ങി. ആളുകൾ ഓരോന്നോരോന്നായിട്ട് അവനിൽ നിന്ന് മാറി നടന്നു. പക്ഷെ ഒരു ദിവസം അവനെ ആരോ വന്ന് ഇടിച്ചു. പെട്ടെന്ന് ഇടിച്ച് അവൻ മറിഞ്ഞു വീണു. അവന്റെ വിളക്ക് പൊട്ടി പോകുന്ന ശബ്ദം അവൻ കേട്ടു. അവൻ എഴുന്നേറ്റ്, ഉരുണ്ട് പിളച്ച് എഴുന്നേറ്റിട്ട് അവൻ പറഞ്ഞു, നിനക്ക് കണ്ണു കാണത്തില്ലേ? ഞാൻ വിളക്ക് കൈ പിടിച്ചിരിക്കുന്നു, നിനക്ക് കാണത്തില്ലായിരുന്നു, നീ എന്തിനാണ് എന്നെ വന്ന് ഇടിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, വിളക്ക് പൊട്ടിയ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ കയ്യിൽ ഒരു വിളക്കുണ്ടായിരുന്നുവെന്ന്. പക്ഷേ നിന്റെ കയ്യിലുണ്ടായിരുന്ന വിളക്ക് കത്തിയിട്ടില്ലായിരുന്നു. കൂട്ടുകാര് കത്തിച്ചു കൊടുത്ത വിളക്കാണ് അവന്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷെ ആ വിളക്ക് പിന്നീട് കത്തിച്ചു വെക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. കാരണം അവൻ അറിയത്തില്ല അത് കത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതുപോലെയാണ് ഇന്ന് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മുൻപോട്ട് നീങ്ങുക. നമ്മുടെ ജീവിതത്തിൽ വിളക്കുകള് കർത്താവ് കത്തിച്ചു തന്ന മാമോദീസായുടെ സമയത്ത് തന്ന ആ തിരുനാളം കെട്ടുപോയോ ഇല്ലയോ എന്ന് നമ്മളിൽ പലർക്കും അറിയത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള അവസരമാണ് ഇന്ന്. ഈ രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പ്രകാശം കെട്ടുപോയ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധ കുർബാനയുടെ പ്രകാശത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നിർത്തുകയാ. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്നുള്ള തിരുവചനം നമ്മളിൽ നിറവേറണം. ചേർന്ന് പറയാ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കബയരുടെ 2-ാം പുസ്തകത്തിന്റെ 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. മക്കബയരുടെ പുസ്തകത്തിന്റെ 2-ാമത്തെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു സംഭവമുണ്ട്. അതെങ്ങനെയാണ്? ഈ ഇസ്രായേൽ ജനം അടിമത്തത്തിൽ കഴിയുകയാണ്. അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തിന് ഒരു
വലിയ ആഗ്രഹമുണ്ട്, ബലിയർപ്പിക്കണം. അപ്പൊ ചെറിയ ഒരു ആശ്വാസം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേൽ ജനം അവരുടെ പഴമകളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്. തങ്ങൾക്കുണ്ടായിരുന്ന പഴയ പ്രതാപത്തിന്റെ കാലഘട്ടം, വലിയ ബലികൾ നടന്നിരുന്ന, വലിയ ദൈവത്തിന്റെ അഭിഷേകം തങ്ങളുടെ ജീവിതത്തിലേക്ക്, തങ്ങളുടെ തലമുറകളിലേക്ക് ലഭിച്ചിരുന്ന ബലിയുടെ മേഖലകളെ ഒരിക്കൽ കൂടി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവർ ഒന്നു ചേർന്ന് ബലി അർപ്പിക്കുവാൻ തീരുമാനിച്ചു. ബലി അർപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ വലിയൊരു പ്രശ്നമുള്ളതായി. എന്താണ് പ്രശ്നം? അവിടെ വിശുദ്ധമായ അഗ്നി അവരുടെ കയ്യിലില്ല. ബലി അർപ്പിക്കണമെങ്കിൽ അഗ്നി ആവശ്യമാണ്. ബലിപീഠത്തിൽ നിന്ന് എടുത്തു സൂക്ഷിച്ചിരിക്കുന്ന അഗ്നി തന്നെ വേണം. ഉടനെ തന്നെ പ്രവാചകനായ നെഹമ്യായുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഓടിപ്പോവുകയാണ്. നെഹമ്യായുടെ നേതൃത്വത്തിൽ ഒരു ജനക്കൂട്ടം പോവുകയാണ്. അങ്ങോട്ടാണ് പോകുന്നത്? പുരോഹിതന്മാര് പണ്ട് ബാബിലോണിലെ അടിമത്തത്തിലേക്ക് പോയ സമയത്ത് പൊട്ടക്കിണറ്റില് തങ്ങളുടെ വിശുദ്ധമായ അഗ്നി കുറച്ചെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ അഗ്നി എടുത്തോണ്ട് വരുവാൻ വേണ്ടിയിട്ട് നെഹമ്യായുടെ നേതൃത്വത്തില് അടിമത്തത്തിൽ നിന്ന് വന്ന ജനം, വിമോചനം നേടുവാൻ ആഗ്രഹിച്ച, ബലിയർപ്പണത്തിന്റെ പഴയ രീതികളിലേക്ക് പോകാൻ ആഗ്രഹിച്ച ജനം നെഹമ്യായുടെ നേതൃത്വത്തിൽ കുറച്ചുപേരെയും കൂട്ടി പോവുകയാണ്. അവിടെ ചെന്നു അവര് പൊട്ടക്കിണറ്റിൽ അന്വേഷിച്ച് നോക്കിയപ്പോൾ ശരിക്കും അവര് കാത്തുവെച്ചിരുന്ന അഗ്നി അവിടെ കാണാനില്ല. പകരം അവിടെ ദ്രാവക രൂപത്തിലുള്ള ഒരു വസ്തു അവർക്ക് കണ്ടെത്താൻ സാധിച്ചുവെന്ന് അവരുടനെ തന്നെ അറിയിക്കുകയാണ്. ഉടനെ അവിടുന്ന് പറഞ്ഞു, അത് കോരി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഉടനെ തന്നെ അവിടുന്ന് അത് കോരിയെടുത്തോണ്ട് വന്നു. അവര് പൊട്ടക്കിണറ്റിൽ സൂക്ഷിച്ചിരുന്ന അഗ്നി ദ്രാവക രൂപത്തിലായി. ശ്രദ്ധയില്ലാതെ കിടന്ന അഗ്നി ദ്രാവക രൂപത്തിലായി. ഇത് കോരിയെടുത്തോണ്ട് വന്നു. ഇത് കോരിയെടുത്തോണ്ട് വന്ന് അവിടെ ഒരുക്കി വെച്ചിരുന്ന വിറകിന്മേല് ഒഴിച്ചു. സൂര്യപ്രകാശം തെളിഞ്ഞു വന്നപ്പോൾ ഈ ദ്രാവക രൂപത്തിലുള്ള അഗ്നി വീണ്ടും കത്തുകയാണ്. വലിയ അഗ്നി അവിടെ, വിശുദ്ധമായ ബലിക്കുള്ള അഗ്നി വീണ്ടും അവിടെ കത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ്. ഈ സംഭവം നെഹമ്യായുടെ നേതൃത്വത്തിൽ പോയ ആ ദേവാലയ ശുശ്രൂഷകർ കണ്ടെത്തിയ ദ്രാവക രൂപത്തിലുള്ള വസ്തു വിശുദ്ധമായ അഗ്നിയുടെ അവഗണന മൂലം, അതിനോടുള്ള അവഗണന മൂലം ആ രൂപം പ്രാപിച്ചതാണ്. ഇന്ന് നമ്മുടെ പലരുടെയും ജീവിതത്തില് മാമോദീസായോട് ലഭിച്ച തിരുനാളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തില് ദ്രാവക രൂപത്തിൽ എത്തിയിരിക്കുന്നു. കനൽ മൂടിയ ചാരം മൂടിയ കനലായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലോട്ടേക്ക് കിടക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവമാകുന്ന പ്രകാശത്തെ നമ്മൾ ഒരിക്കൽ ഏറ്റുവാങ്ങിയതാ, ക്രിസ്തുവാകുന്ന പ്രകാശത്തെ നമ്മൾ ഒരിക്കൽ ഏറ്റുവാങ്ങിയതാണ്. ആ പ്രകാശം പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദ്രാവക രൂപത്തിൽ കിടക്കുക. ഇന്ന് ഈ കൂട്ടായ്മയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ഉദയസൂര്യനായ, നീതിസൂര്യനായ വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈശോയുടെ മുമ്പിൽ നമ്മളെ തന്നെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഈ പ്രകാശം നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളിൽ ഓരോരുത്തരിലും അഗ്നി പ്രകടമാകണം. ചേർന്ന് പറയാ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വലിയ അഗ്നിയുടെ അഭിഷേകത്തിലേക്ക് ഈ രാത്രിയില് ഉണർന്നു നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും അഗ്നിയുടെ അഭിഷേകം നമുക്കുണ്ടാകണം. ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് ഈശോ പറയുകയാണ്. എന്നിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുന്ന ക്രിസ്തു നമ്മളെ കുറിച്ചുള്ള വിഭാവനം നടത്തുന്നത് ഇങ്ങനെയാണ്: നമ്മളും അവനെ പോലെ ആയിത്തീരണം. സൂര്യനിൽ നിന്നും പ്രകാശം ആഗീരണം ചെയ്ത് രാത്രിയിൽ പ്രകാശിക്കുന്ന ചന്ദ്രഗോളത്തെ പോലെ നമ്മൾ ഓരോരുത്തരും, ഓരോ ക്രൈസ്തവനും നമ്മുടെ ജീവിതത്തിൽ പ്രകാശിതനായി മാറണമെന്ന്, പ്രകാശം പരത്തുന്നവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചേർന്ന് പറയാൻ കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അന്ധകാരത്തിന്റെ മേഖലകളിൽ കഴിഞ്ഞവർ, ഇരുളിന്റെ മേഖലയിൽ കഴിഞ്ഞവർ, മരണത്തിന്റെ നിഴലിൽ വസിച്ചവർ വലിയൊരു പ്രകാശം ദർശിച്ചു. മത്തായി സുവിശേഷകൻ യെശയ്യായിൽ നിന്നും അതിനെ വീണ്ടും എടുത്ത് സുവിശേഷത്തില് കോറിവെക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ പ്രകാശമായവൻ, ഇസ്രായേലിന്റെ പ്രകാശമായവൻ തെളിഞ്ഞു വരുന്നതിനെ കുറിച്ച് യെശയ്യായുടെ പ്രവചനം 9-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് വീണ്ടും മത്തായി സുവിശേഷകൻ പറയുക ക്രിസ്തുവിന്റെ കടന്നുവരവിനെ കുറിച്ച്. പ്രവാചക ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്ന പ്രകാശത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇവനിലാണ് പൂർത്തീകരിക്കപ്പെടുന്നതെന്ന്, ക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത് മത്തായി സുവിശേഷകൻ അടിവരയിട്ട് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ചേർന്ന് പറയാ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രകാശത്തിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഈ പ്രകാശത്തിലേക്ക് നോക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 10-ാം അധ്യായം 17-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു അഗ്നിജ്വാലയായും മാറും. അതൊരൊറ്റ ദിവസം കൊണ്ട് മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ച് ചാമ്പലാക്കും. ഇന്ന് ഈ രാത്രി, ഈ ഒരൊറ്റ ദിവസം കൊണ്ട്, ഈ ഒരൊറ്റ രാത്രിയിലെ പ്രാർത്ഥന കൊണ്ട് കർത്താവ് നമ്മളിൽ നിന്നും മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ച് ചാമ്പലാക്കുവാൻ വേണ്ടിയിട്ട് അവന്റെ ഉന്നതമായ പ്രകാശത്തെ അവന്റെ പരിശുദ്ധൻ അഗ്നിയായും അഗ്നിജ്വാലയായും ഇറങ്ങി വന്ന് വിശുദ്ധീകരിക്കുന്ന നിമിഷങ്ങളാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഈ രാത്രിയിലായിരിക്കാൻ സാധിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ അഗ്നിജ്വാലയായും മാറണം. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ അഗ്നിജ്വാലയായും മാറണം. ഈ ഒറ്റ രാത്രി കൊണ്ട് മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ച് ചാമ്പലാക്കപ്പെടണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി.